പാകിസ്ഥാൻ ഒരു വലിയ വെള്ളപ്പൊക്കത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ തങ്ങളുടെ സത്ലജ് ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ പഞ്ചാബിലെ ബഹവൽ നഗരത്തിലെ വെള്ളപ്പൊക്കം ജനജീവിതത്തെ സമ്പൂർണ്ണമായി താറുമാറാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ആയിരക്കണക്കിന് ഏക്കർ കൃഷിയിടങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ സത്ലജ് ഡാമിൻ്റെ വെള്ളം ഒഴുകിപ്പോകുന്ന വഴി എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ കൃഷിയിടങ്ങളും നശിച്ചിരിക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൽ 2 പേർ ഒലിച്ചു പോയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ബാബ ഫാരിദ് പാലത്തിനും ഭൂക്കാൻ പഠാനും സമീപത്തുള്ള ഗ്രാമങ്ങളുടെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് 1122 പേരെ രക്ഷപ്പെടുത്തി. 928 ആളുകളെയും ആയിരക്കണക്കിന് മൃഗങ്ങളെയും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മൺസൂണിൽ പാകിസ്ഥാനിൽ മഴയും വെള്ളപ്പൊക്കവും മൂലം ഇതുവരെ 788 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സത്ലജ് ഡാം തുറന്നു വിട്ടതിലൂടെ 2 പേരെയാണ് കാണാതായിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ സ്വാഭാവികമായി ഉണ്ടായ മഴയിലും വെള്ളക്കെടുതിയിലും മരണപ്പെട്ടത് 788 പേരാണ്. എന്തായാലും ഖൈബർ പഖ്തൂൺഖ്വ, POK, പഞ്ചാബ് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെനാബ്, സിന്ധു നദികളിൽ വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഗന്ധ സിംഗ് വാലിയിൽ ഇന്ത്യ സത്ലജ് നദിയിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്. എന്തായാലും സത്ലജ് നദിയിലെ ജലനിരപ്പ് വർദ്ധിച്ചതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളടക്കം വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. ബാബ ഫരീദ് പാലത്തിനും ബുക്കാൻ പഠാനും സമീപത്തുള്ള ഗ്രാമങ്ങളിലേക്ക് വെള്ളം തിരിച്ചെത്തിയതിനാൽ ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഗന്ധ സിംഗ് വാലിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പ്രാദേശിക ഭരണകൂടം അവിടെയുള്ള ജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സത്ലജ് നദിയിലെ ജലനിരപ്പ് 21 അടിയാണ് ഉയർന്നത്. ജലപ്രവാഹം 1,30,000 ക്യൂസെക്സ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇതുമൂലം രവി, ചെനാബ് നദികളിലും കരകവിഞ്ഞൊഴുകിയാണ്. കനത്ത മഴ കാരണം സ്ഥിതി കൂടുതൽ വഷളായിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.